നൃപൻ, ഈ നയപ്രഖ്യാപനത്തിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് ഈ നയപ്രഖ്യാപനം എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. പക്ഷേ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ നൃപൻ പറഞ്ഞതുപോലെ വളരെ നിശിതമായ ചില വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? നേരത്തെ നമുക്കറിയാം കോവിഡിൻ്റെയും നിപ്പയുടെയും ഒക്കെ വലിയ സമയത്ത് അതിനെ ഏറ്റവും ഫലപ്രദമായി നിയന്ത്രിക്കാൻ, അതിനെ ജനങ്ങളെ ആ രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞ സർക്കാരാണ് കഴിഞ്ഞ ഇടത് സർക്കാർ, രണ്ട് ഇടത് സർക്കാരുകളും. അതിനെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ വന്നിട്ടുള്ള വലിയ ഒരു മാറ്റം. ആ മാറ്റത്തെ കാണാതിരിക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അത് ഇല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ നയപ്രഖ്യാപനത്തിൽ ശ്രമിക്കുന്നത്. രണ്ട്, വിദ്യാഭ്യാസ മേഖല. സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും അവർ ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ സ്കൂൾ കരിക്കുലം എന്തോ കാലഹരണപ്പെട്ട സംവിധാനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൂക്ഷിക്കേണ്ട, നാട് ശ്രദ്ധിക്കേണ്ട, വളരെ ജാഗ്രത പുലർത്തേണ്ട ചില കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന സൂചനകൾ വരികയല്ലേ നൃപൻ? ഷമി, തീർച്ചയായും കഴിഞ്ഞ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഈ നയപ്രഖ്യാപനത്തിന് വ്യത്യസ്തമാക്കുന്നത് രാഷ്ട്രീയമായ ചില ചോദ്യങ്ങളാണ്. പക്ഷേ ഈ നയപ്രഖ്യാപനത്തിൽ കഴിഞ്ഞ വൻകിട പ്രധാനപ്പെട്ട ദേശീയപാത വികസനം, ഒപ്പം തന്നെ വൻകിട പദ്ധതികൾ, അതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യസ്തമായ നിലപാട് ഈ ബഡ്ജറ്റിലുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ബഡ്ജറ്റിനെ സംബന്ധിച്ച് നയപ്രഖ്യാപനത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ബഡ്ജറ്റിലായിരിക്കും സമ്പൂർണ്ണമായ ഓരോ വകുപ്പുകൾ തിരിച്ചിട്ടുള്ള വിഹിതമടക്കമുള്ള ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വിമർശനമാണ്. ഒപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച ഈ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. അത് സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കും എന്ന കാര്യം ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്നുമുണ്ട്. പക്ഷേ ഈ രണ്ട് വിമർശനങ്ങൾ നാം എടുത്തു വായിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ വികസനം, ഒപ്പം തന്നെ സാധാരണ പ്രാഥമിക ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഉണ്ടായ വലിയ തരത്തിലുള്ള മാറ്റം, ആധുനികവൽക്കരിക്കുന്നത്, പുതിയ ചികിത്സാ സംവിധാനങ്ങൾ വരുന്നത്, താലൂക്ക് അടിസ്ഥാനത്തിൽ ഡയാലിസിസ് സെൻ്ററുകൾ വരുന്നത്, അങ്ങനെ വലിയ വികസന രംഗം ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയ ശരാശരിയിൽ തന്നെ നമ്മൾ കേരളം ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങളെ സംബന്ധിച്ച് നീതി ആയോഗ് തന്നെ നടത്തിയ വിവിധ പഠനങ്ങളിൽ തന്നെ കേരളത്തിന് അംഗീകാരം ലഭിച്ചതാണ്. അതൊക്കെ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ ആ വിമർശനം വിട്ടുപോകാതെ കേരളത്തിലെ നയപ്രഖ്യാപനത്തിൽ പുതിയ സർക്കാർ പൂരിപ്പിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ സാമ്പത്തിക നില തകർന്നിട്ടുണ്ട്, വലിയ തരത്തിലുള്ള തിരിച്ചടി സാമ്പത്തിക മേഖലയിലുണ്ട് എന്ന കാര്യം പറയുമ്പോൾ അതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്തുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിൽ വിട്ടുപോകുന്നത്? അതൊരു സർക്കാരിൻ്റെ നയം വെളിവാക്കുന്നതാണ്. അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനം UDF നേരത്തെ നടത്തിയതാണ്, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ആ ഗ്യാരണ്ടി മുഴുവൻ നടപ്പിലാക്കുമെന്ന് നയപ്രഖ്യാപനത്തിലും പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സ്കൂളുകളെക്കുറിച്ചും ഒപ്പം തന്നെ ആശുപത്രിയെക്കുറിച്ചൊക്കെ പൊതുവിൽ പറഞ്ഞു പോവുകയാണ്. ആ കാര്യങ്ങളിൽ ആധുനികവൽക്കരണം ഉറപ്പാക്കും, ഈ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ഈ ആഭ്യന്തര മേഖലയെ സംബന്ധിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനക്ഷേമ പോലീസ് സംവിധാനം ഏർപ്പെടുത്തും, മയക്കുമരുന്ന്, ലഹരി തുടങ്ങിയ സാധനങ്ങൾ, വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കൂട്ടായ പ്രവർത്തനം ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടമുണ്ടാകും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവായ വിവരങ്ങൾ തന്നെയാണ്. അതൊരു തുടർച്ചയായിട്ടുള്ള നമ്മൾ പുതുമയായി ഒന്നും അതിനകത്ത് കേൾക്കാനില്ല. ഒപ്പം തന്നെ 5 ഗ്യാരണ്ടികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ല. കാരണം ജൂൺ 15 മുതൽ മുഴുവൻ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നതാണ്. ആ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നടപ്പിലാക്കുക, വ്യവസ്ഥ എങ്ങനെയാണ് വേർതിരിക്കുന്നുണ്ടോ, നിശ്ചിത ദൂരം, അതല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഇത് അനുവദിച്ചിട്ടുണ്ടോ, സാമ്പത്തികമായി ഇത് പ്രത്യേക സംവരണം ചെയ്യപ്പെടുമോ?